ഹലോ ഓൾ, വെൽക്കം ടു മിൻറ്റ് PSC. അപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ ഒക്ടോബർ 15 വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതായത് ഇതിൽ പിന്നോട്ടടിക്കാനായിട്ട് ചാൻസ് ഉള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം എന്താണ്? വേക്കൻസീസ് ഒരുപാട് കൂടുതലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വേക്കൻസീസ് കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ്, അതായത് കൂടുതൽ വേക്കൻസീസ് ഉണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് പഠനത്തിൻ്റെ ഒരു ലെവൽ കുറയുന്ന ഒരു ടെൻഡൻസി പൊതുവേ നമുക്ക് ആസ്പിറൻസിൽ കാണാറുണ്ട്. അപ്പോൾ അത് ഒരു തരത്തിൽ പറഞ്ഞൊരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ വേക്കൻസീസ് കൂടുതലുണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ ചെയ്യുക, വേക്കൻസീസ് കൂടുതലുള്ള എക്സാംസിനായിരിക്കും കൂടുതൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. വേക്കൻസീസ് കുറവുള്ള എക്സാംസിന് ആപ്ലിക്കേഷൻസ് ഇതുപോലെ കുറവായിരിക്കും. അപ്പോൾ വേക്കൻസീസ് കൂടുന്നുണ്ട് എന്നുള്ളത് എന്തിൻ്റെയും കൂടെ കാരണമാണ്, ആപ്ലിക്കൻസും കൂടെ കൂടുതലാണ് എന്നുള്ളതോടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഏതൊരു എക്സാം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓക്കെ ഒരുപാട് വേക്കൻസീസ് ഉണ്ട്, അപ്പോൾ പ്രിപ്പറേഷൻ ലെവൽ കുറയാണ് എന്നല്ല ചിന്തിക്കേണ്ടത്. വേക്കൻസീസ് കൂടുതലാണ്, അപ്പോൾ ഉറപ്പായിട്ടും എന്തായിരിക്കും, ആപ്ലിക്കൻസിൻ്റെ എണ്ണവും കൂടുതലായിരിക്കും. അപ്പോൾ കൂടുതൽ ആപ്ലിക്കൻസ് വരുന്നു എന്നുള്ളത് കോമ്പറ്റീഷൻ കൂട്ടാനും കാരണമാവും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വേക്കൻസീസ് കൂടുതലാണ് എന്ന് കാണുന്ന ഒരിക്കലും എന്ത് ചെയ്യരുത്, പഠനത്തിൻ്റെ ഒരു പേസ് കുറയാനായിട്ട് കാരണമാവരുത്. കാരണം എന്തുകൊണ്ടാണ്, ആപ്ലിക്കൻസും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം, കമ്പനി ബോർഡേഴ്സിന്റെ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക, ഒരു പ്രിലിംസ് എക്സാം ഉണ്ടാവും, അതിനുശേഷം ഒരു മെയിൻസ് എക്സാം ഉണ്ടാവും അല്ലേ. സോ ഈ ഒരു രീതിയിലാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. അപ്പൊ പ്രിലിംസ് എക്സാമിൽ വീണ് പോകരുത്, അല്ലെങ്കിൽ പ്രിലിംസ് എക്സാമിൽ നമുക്ക് എന്താണ്, ഒരു തോൽവി പറ്റരുത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണം. അപ്പൊ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നതിന് എന്താണ്, മെയിൻസ് എക്സാം ആണ് അല്ലേ. അപ്പൊ ഈ ഒരു മെയിൻസ് എക്സാം എഴുതാനായിട്ട് നമുക്കൊരു ചാൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേ പറ്റൂ, പ്രിലിംസ് എക്സാം എന്ന് പറയുന്ന ഒരു കടമ്പ ക്ലിയർ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് പ്രിലിംസ് എക്സാമിൽ ഒരു കാരണവശാലും വീണ് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ പ്രിലിംസിൽ ക്ലിയർ ആവാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് മെയിൻസ് എക്സാം എഴുതാനുള്ള ഒരു ചാൻസ് ഇല്ലാതെ പോകും അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക, പ്രിലിംസ് എക്സാമിന് കൃത്യമായിട്ട് ഫോക്കസ് കൊടുത്ത് തന്നെ പഠിക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ എപ്പോഴും ചെയ്യുന്ന മെയിൻസ് എക്സാമിന്റെ സിലബസ് പഠിക്കുക, മെയിൻസ് എക്സാമിന് കൂടുതലായിട്ടുള്ള ഫോക്കസ് കൊടുക്കുക, ഈ ഒരു രീതിയിലാണ് നമ്മൾ എപ്പോഴും പ്രിപ്പറേഷൻ പോവുക. പക്ഷെ എന്ത് ചെയ്യണം, പ്രിലിംസ് എക്സാമിന് കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് ചെയ്തിട്ട് കൃത്യമായിട്ട് വരുന്ന PYQs എല്ലാം അനാലിസിസ് ചെയ്യുക. ഇനി വരാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ അനലൈസ് ചെയ്ത് കൃത്യമായിട്ടൊരു പ്രിപ്പറേഷൻ പ്രിലിംസിന് വേണ്ടി കൊടുത്തേ പറ്റൂ. കാരണം പ്രിലിംസ് പാസ്സായാൽ മാത്രമാണ് നമുക്ക് മെയിൻസ് എഴുതാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ എന്നുള്ളൊരു ബോധ്യം എപ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ വേണം കേട്ടോ. അപ്പൊ പ്രിലിംസിന് ഒരു ഉഴപ്പ്, ഒരു ഫീല് വരരുത്, മെയിൻസിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതി വരരുത്. രണ്ടിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി അതേപോലെ തന്നെ കോമ്പറ്റീഷൻ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്താണ്, ഓക്കെ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഒരു ബാക്കിലേക്ക് വലിയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. പുഷ് ദ കോമ്പറ്റീഷൻ എന്നാണല്ലോ, നമ്മൾ കോമ്പറ്റീഷൻ വന്ന് നോക്കി ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു മാക്സിമം നമ്മൾ എപ്പോഴും ഇടുക. നമ്മുടെ ഒരു ലെവൽ നമുക്കറിയാം, നമ്മുടെ സ്ട്രെങ്ത് നമുക്കറിയാം, നമ്മുടെ വീക്ക്നെസ് നമുക്കറിയാം. സോ അതിനനുസരിച്ച് മാക്സിമം പുഷ് ചെയ്യാനായിട്ടാണ് കോമ്പറ്റീഷനിൽ എപ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ്, ഓരോ എക്സാമിനും അതിൻ്റെതായ ഡിമാൻഡ്സ് ഉണ്ട്. ഇപ്പം ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള എക്സാംസ് ഉണ്ട്. അപ്പോൾ എന്താണ്, ഇപ്പോൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻസ് ഡിഫറെൻ്റ് ആണ്. ഇനിയിപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻസ് ഡിഫറെൻ്റ് ആണ്. SBCID അസിസ്റ്റന്റ് ആണെങ്കിൽ അതിൻ്റെ മെയിൻസ് ഡിഫറെൻ്റ് ആണ്. സോ ഓരോ എക്സാമും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഡിമാൻഡ് വ്യത്യാസമാണ്. സോ ആ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി ഡിമാൻഡ് അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ ഇവിടെ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ എന്താണ്, ഇതിനെന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, ഈ ഒരു എക്സാം എന്താണ് ഡിമാൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രതീക്ഷിക്കാവുന്നത് എന്നുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താണ്, ബുക്സും ഓൺലൈൻ റിസോഴ്സസ്. നമുക്കിപ്പോൾ അറിയാം ഒരുപാട് ഓൺലൈൻ റിസോഴ്സസ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു സബ്ജക്റ്റിന് തന്നെ കുറേ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എപ്പോഴും ഈ ഒരുപാട് മെറ്റീരിയൽസ് കിട്ടുമ്പോൾ അത് പഠനം ബാക്കോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ അതൊരിക്കലും ഉണ്ടാവാതെ നോക്കുക എന്നുള്ളതാണ്. ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമില്ല. എല്ലാ സബ്ജക്ട്സിനും കൃത്യമായിട്ടുള്ള 1-2 മെറ്റീരിയൽസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക, ബാക്കി റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് മെറ്റീരിയൽസ് എടുത്തുകൊണ്ടിരുന്നാൽ ഒന്നും തീരാത്തൊരവസ്ഥ വരും. അതുപോലെ തന്നെ മറ്റുള്ള സബ്ജക്ട്സ് നമ്മൾ കൊടുക്കുന്ന സമയവും കുറയും. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഓൺലൈൻ റിസോഴ്സ് ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് ടെലഗ്രാം അതുപോലെ തന്നെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ മെറ്റീരിയൽസ് കിട്ടുമ്പോൾ നമ്മളിത് ഒരുപാട് ആഡ് ചെയ്ത് വയ്ക്കുകയും അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് പഠിച്ചു പോകാനോ റിവൈസ് ചെയ്ത് പോകാനോ ഒക്കെ സമയം കിട്ടാത്ത അവസ്ഥയൊക്കെ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് കൃത്യമായിട്ട് ഓരോ സബ്ജക്റ്റിന് 1-2 മെറ്റീരിയൽസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരുപാട് റിസോഴ്സസ് എടുത്ത് വയ്ക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ.
ഇനി അതേപോലെ തന്നെ പെൻ ആൻഡ് പേപ്പർ പ്രാക്ടീസ് കൊടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് ടെസ്റ്റ് സീരീസ് ഒക്കെ അവൈലബിൾ ആവുക, മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആവുന്നത്, എല്ലാം ഓൺലൈൻ ആയിട്ട് അവൈലബിൾ ആയിരിക്കും. പക്ഷെ എത്ര അവൈലബിൾ ആയാൽ പോലും നിങ്ങൾ പെൻ ആൻഡ് പേപ്പറിൽ ഇരുന്നിട്ട് OMR ഷീറ്റ് പേന കൊണ്ട് ഫില്ല് ചെയ്ത് നോക്കുന്ന ആ ഒരു സ്പീഡും ആ ഒരു എഫിഷ്യൻസിയും വരാനായിട്ട് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങളിപ്പം ഓൺലൈൻ ടെസ്റ്റ് സീരീസ് എടുത്തോളൂ, ഓൺലൈൻ മോക്ക് ടെസ്റ്റ് എടുത്തോളൂ, എന്ത് തന്നെ എടുത്താലും അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്ത ശേഷം ഒരു OMR ഷീറ്റ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഇങ്ങോട്ടൊന്ന് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എപ്പോഴും പെൻ ആൻഡ് പേപ്പർ പ്രാക്ടീസിനാണ് കൂടുതൽ വാല്യൂ ഉള്ളത്. ഓക്കെ, അത് എപ്പോഴും ഓർമ്മയിൽ വയ്ക്കുക. ഓൺലൈൻ മാത്രം നിങ്ങൾ കരുതിയിരിക്കരുത്. കാരണം പെൻ ആൻഡ് പേപ്പർ കിട്ടുമ്പോൾ അതേ സ്പീഡ് നിങ്ങൾക്ക് കിട്ടണമെന്നില്ല. സ്പീഡിൽ ഒരുപാട് ഡിഫറൻസ് വരും. കൃത്യമായിട്ടുള്ള ടൈം മാനേജ്മെന്റ് വേണമെങ്കിൽ പെൻ ആൻഡ് പേപ്പർ പ്രാക്ടീസ് വേണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഒരു സെൽഫ് അസസ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. എത്രത്തോളമാണ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, ഇനി എത്രത്തോളം റിവിഷൻ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ സെൽഫ് അസസ്മെന്റ് നടത്തുക. അത് ഡെയിലി നടത്തിയില്ലെങ്കിൽ പോലും വീക്ക്ലി എങ്കിലും കൃത്യമായിട്ടുള്ള സെൽഫ് അസസ്മെന്റ് നടത്തുക. മന്ത്ലി അതേപോലെ തന്നെ മന്ത്ലി എന്ത് ചെയ്യുക, മന്ത്ലി നിർബന്ധമായിട്ട് മന്ത്ലി അസസ്മെന്റ് നടത്തണം. എത്രത്തോളമാണ് നിങ്ങൾ കവർ ചെയ്ത പോർഷൻസ്, ഇനി എത്രത്തോളമാണ് കവർ ചെയ്യാനുള്ളത്, റിവിഷൻ എത്രത്തോളം പ്രോപ്പറായി നടന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അനാലിസിസ് സെൽഫായിട്ട് സ്വയം നടത്തേണ്ടതുണ്ട്. ഓക്കെ, ഇനി എന്താണ്, നിങ്ങളുടെ ഒരു ടൈമും അറ്റ്മോസ്ഫിയറും എല്ലാം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരുപാട് സ്റ്റഡി പ്ലാൻസ് അവൈലബിൾ ആണ്. എന്താണ്, നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ChatGPT-യിലേക്ക് ഇട്ട് കൊടുത്താൽ അവരൊക്കെ പല തരത്തിലുള്ള സ്റ്റഡി പ്ലാൻസ് തരും. അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾക്ക് സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആയിരിക്കും. പക്ഷെ നിങ്ങളുടേതായ രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് എപ്പോഴും എഫക്റ്റീവ് ആവുക. അപ്പം നിങ്ങൾ ഇതിൻ്റെയൊക്കെ റെഫറൻസ് എടുത്തിട്ട് എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് നിങ്ങളുടെ സമയത്തിനും അറ്റ്മോസ്ഫിയറിനും അനുസരിച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനും നിങ്ങളുടെ ജോലിക്കും നിങ്ങളുടെ ടൈമിനും അനുസരിച്ചൊക്കെ കൃത്യമായിട്ട് സ്വയം ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നതാണ് എപ്പോഴും എഫക്റ്റീവ് ആവുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രത്തോളം മറ്റുള്ള സോഴ്സസിനെ നിങ്ങൾ നോക്കിയാലും റെഫർ ചെയ്താലും സ്വന്തമായിട്ടൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താണ്, ഡോണ്ട് വേസ്റ്റ് ടൈം എന്നുള്ളതാണ്. ടൈമാണ് നമ്മുടെ കീ. നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് അറിയാൻ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് നോക്കുമ്പോൾ 5-6 മാസത്തിനുള്ളിൽ തന്നെ എക്സാം നടക്കുമല്ലോ, മാക്സിമം 6 മാസം, അതിനുള്ളിൽ എന്തായാലും എക്സാം ഉണ്ടാവും. സോ ഇപ്പം നമ്മൾ വിചാരിക്കുമ്പോൾ ഇത്രയും മാസങ്ങൾ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ സമയം വളരെ പെട്ടെന്ന് കടന്നു പോകും, എക്സാം അടുത്ത് തന്നെ വരും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സമയം കയ്യിലുണ്ടല്ലോ എന്ന് കരുതിരിക്കരുത്. ഇത്രയും സമയമുണ്ട്, അപ്പം അത് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്താൽ എനിക്ക് പാസ്സാവാം എന്നുള്ള രീതിയിൽ വേണം ചിന്തിക്കാൻ. അപ്പോൾ മൈൻഡ് സെറ്റ് മാറ്റുക. ഒരുപാട് സമയം ഉണ്ടെന്നല്ല, ഉള്ള സമയം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്ന് ചിന്തിക്കുകയാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ആവശ്യമായിട്ടുള്ളത് കേട്ടോ. ഇനി അതേപോലെ തന്നെയാണ് എന്താണ്, കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക. ഒരു ആഴ്ച നിങ്ങൾ പഠിച്ചു, അടുത്ത ആഴ്ച ഒന്നും പഠിച്ചില്ല, അങ്ങനെ ആവരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക് വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒരു 6 ദിവസം പഠിക്കുക, 1 ദിവസം ബ്രേക്ക് എടുക്കുക. അല്ലെങ്കിൽ 2 ദിവസം പഠിച്ചു, 2 ദിവസം ബ്രേക്ക്. ഇങ്ങനെയുള്ള രീതിയിൽ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് മാത്രം ബ്രേക്സ് എടുക്കുക. കൺസിസ്റ്റൻസി കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. ഓക്കെ, സോ കൺസിസ്റ്റന്റ് ആയിരിക്കുക. എപ്പോഴും ഒരു ബാലൻസിൽ തന്നെ നിങ്ങളുടെ റൂട്ടീൻ പോകാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എന്താണ്, ഡിസിപ്ലിൻ ഇസ് ദ കീ. ഡിസിപ്ലിൻ എന്ന് സെൽഫ് ഡിസിപ്ലിൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കുക. നിങ്ങൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ടോളണം. ഓക്കെ, അവിടെ നിങ്ങൾ നാളെ ആവട്ടെ എന്ന് കരുതിയിരുന്നു കഴിഞ്ഞാൽ ഒരു ടൈം ടേബിൾ നിങ്ങളുടെ തീരാനും പോകുന്നില്ല, സിലബസ് ഒന്നും തീരാൻ പോകുന്നില്ല. അപ്പം നിങ്ങൾക്ക് തന്നെ പല എക്സാംസിനും പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും അല്ലേ. നിങ്ങൾക്കിപ്പോൾ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തി കഴിഞ്ഞാൽ മനസ്സിലാവും ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള പല മിസ്റ്റേക്സ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് ഇനിയും റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കറിയാം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം എന്ന് പറയുന്നത് ധാരാളം അഡ്വൈസസ് പോയിട്ടുള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഇനി ഇങ്ങനെ ഒരു എക്സാം വരണമെങ്കിൽ 3-4 വർഷം കഴിയണം. അപ്പോൾ ഈ ഒരു ചാൻസ് മാക്സിമം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ ഓരോരുത്തരും ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ഇതിന് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ടൈമിനെ ഒട്ടും കളയാതെ ഡിസിപ്ലിൻഡ് ആയിട്ട് സെൽഫ് ഡിസിപ്ലിൻഡ് ആയിട്ട് കൺസിസ്റ്റൻസിയോടെ കൂടെ തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക എന്നുള്ളതാണ് കേട്ടോ. ഇനി അതേപോലെ തന്നെ മറ്റുള്ള ആസ്പിറൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ ജേണിയുമായിട്ടൊക്കെ നമ്മുടെ സ്വന്തം പ്രിപ്പറേഷൻ ജേണി കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും സെൽഫ് കമ്പാരിസൺ ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, നമുക്കിനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്, ഇത്തരം കാര്യങ്ങളാണ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മറ്റുള്ളവർ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ളൊരു ജേണിയാണ് അല്ലേ. നിങ്ങളുടെ ഒരു ജേണി ആയിരിക്കില്ല അവർക്ക് ഉണ്ടാവുക. എല്ലാവർക്കും IQ ഡിഫറെൻ്റ് ആണ്, സമയം വ്യത്യാസമാണ്, ലൈഫ് സ്റ്റൈൽ വ്യത്യാസമാണ്, ജീവിത സാഹചര്യങ്ങൾ വ്യത്യാസമാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വയം ഒരു
കമ്പാരിസൺ നടത്തുക, സെൽഫായിട്ട് കമ്പയർ ചെയ്യുക, നമ്മുടെ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ സ്വയം നോക്കുക എന്നല്ലാതെ മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ മാക്സിമം കുറയ്ക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പക്ഷേ മറ്റുള്ളവർ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു കോൺഷ്യസ്നെസ് നമുക്ക് വേണം. നമ്മൾ ഉഴപ്പി നടക്കുന്ന സമയത്ത് മറ്റുള്ളവർ പഠിക്കുകയാണ് എന്നുള്ളൊരു ചിന്ത എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ അതിനെ അസസ് ചെയ്യാൻ. മറ്റുള്ളവരുടെ പ്രിപ്പറേഷൻ ചെയ്യണേ. നിങ്ങൾ എങ്ങനെയാണ് കണ്ടത്? നമ്മൾ ഉഴപ്പുന്ന സമയത്ത് അവർ പഠിക്കുകയാണ്, അപ്പം നമ്മൾ എന്തായാലും അവർക്കാണ് കിട്ടുള്ളൂ, ഈ ഒരു ജോബ് അവർക്കേ കിട്ടുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിൽ വേണം മറ്റുള്ളവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാൻ. അല്ലാതെ ഒരു രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കമ്പാരിസണും മറ്റുള്ളവരായിട്ട് നടത്തരുത്. എപ്പോഴും നമ്മുടെ പ്രിപ്പറേഷൻ ജേർണി ഹെൽത്തി ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ ജേർണലിൽ പ്രത്യേകമായിട്ട് നോക്കുക. നമ്മൾ ഏതൊരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നാലും പിന്നെ എക്സാം വരെ ഉള്ള ആ എക്സാം ഡേറ്റ് വരെയുള്ള അത്രയും സമയം നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു ഡിഫറൻസിലാണ് പലപ്പോഴും നമുക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് പേര് വരുന്നതും പേര് വരാതെ പോകുന്നതും ഒക്കെ സംഭവിക്കുക. അപ്പോൾ ഇത് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണെന്ന് വിചാരിക്കുക. മാക്സിമം ഉഴപ്പാതെ കൃത്യമായിട്ട് തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ സ്ഥിരമായിട്ട് ആസ്പിറൻസിന് പറ്റുന്ന കുറേ പോരായ്മകളാണ് ഇതൊക്കെ. അതേപോലെ തന്നെ റിവിഷൻ സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക്. റിവൈസ് ചെയ്യാതെ ഒരു എക്സാമും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റില്ല. നിങ്ങൾ എന്ത് തന്നെ പഠിച്ചോട്ടെ, എന്ത് തന്നെ ആയാലും, ഏത് സബ്ജക്റ്റ് ആയാലും, നിങ്ങളുടെ സ്ട്രെങ്ത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, വീക്ക് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് പഠിച്ചാലും കൃത്യമായ റിവിഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, കട്ട് ഓഫിനേക്കാളും ഒരുപാട് മുകളിൽ തന്നെ നിങ്ങളുടെ മാർക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഡിഗ്രി ലെവൽ എക്സാം ഒരുപാട് ആപ്ലിക്കൻസ് ഉള്ളതാണ്. 4 മുതൽ 5 ലക്ഷം വരെ ആൾക്കാർ അപ്ലൈ ചെയ്യുന്ന ഒരു എക്സാമാണ്. ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്തരം ചതിക്കുഴികൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരം നെഗറ്റീവ്സ് എല്ലാം നിങ്ങളുടെ പ്രിപ്പറേഷനിൽ വരാതിരിക്കട്ടെ. കൃത്യമായ തന്നെ പ്ലാനോട് കൂടി തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സാം വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്